വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നവംബർ 23 ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട്, ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നവംബർ 26 ശേഷം മഴ കേരളത്തിൽ കുറച്ചു ദിവസത്തേക്ക് സജീവമാകുമെന്നും അറിയിപ്പുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം വടക്കുകിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിനു പിന്നാലെ തമിഴ്നാട്ടിൽ വ്യാപക മഴയാണ്. തെക്കൻ ജില്ലകളിലാണ് മഴ ശക്തമായിരിക്കുന്നത്. വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മുൻകരുതൽ എന്ന നിലയിൽ പല ജില്ലകളിലും ഭരണകൂടം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുനെൽവേലിയിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് എല്ലാ സർക്കാർ, സ്വകാര്യ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ KP കാർത്തികേയൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിലും സമാനമായ രീതിയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കുകിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചത് മൂലമുണ്ടായ മഴ തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി തുടങ്ങിയ തെക്കൻ ജില്ലകളെ സാരമായി ബാധിച്ചു. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ സങ്കീർണമാക്കി. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ, തിരുനെൽവേലി, തൂത്തുക്കുടി, കാരയ്ക്കൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാഴാഴ്ച രാവിലെ വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതേസമയം മഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും. മഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും. ന്യൂനമർദ്ദത്തെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് മർദ്ദം, മർദ്ദവ്യതിയാനം, കൊറിയോലിസ് പ്രതിഭാസം എന്നിവ. ഏതൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതനുസരിച്ച് മർദ്ദത്തിന്റെ തോതും കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ശാസ്ത്രതത്വം. മർദ്ദത്തിന്റെ തോത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ചൂട് കൂടിയ സ്ഥലങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും. അത്തരം അവസരങ്ങളിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന്റെ ഒരു ഒഴുക്കുണ്ടാകാറുണ്ട്. അത് വായുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജലത്തിന്റെയും ലവണങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഇതുപോലെ ഗാഢത കൂടിയ പ്രദേശത്തു നിന്നും ഗാഢത കുറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുകാനുള്ള പ്രവണതയായിരിക്കും. അതിനെ ഓസ്മോസിസ് എന്നും പറയാറുണ്ട്. ഇവിടെ ഓസ്മോസിസ് എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെങ്കിലും അതേ തത്വമാണ് സംഭവിക്കുന്നത്. ഭൂമധ്യ രേഖയ്ക്ക് ചേർന്ന് കിടക്കുന്ന സമുദ്ര പ്രദേശങ്ങളിലാണ് കൂടുതലായും ന്യൂനമർദ്ദം സംഭവിക്കുന്നത്. അവിടെയാണ് സൂര്യന്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത്. ചൂട് കൂടുന്നതനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അവിടെയുള്ള മറ്റു മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായുവിന്റെ ഒഴുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്ന വായുവിന്റെ വലിയ ഒഴുക്ക് സ്വാഭാവികമായും ഒരേ ദിശയിലാവുമെന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.